ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാര്യമാർ പറയുന്നത്, എന്നെ കേൾക്കാൻ നിങ്ങൾ നിൽക്കുന്നില്ല, എനിക്ക് സംസാരിക്കാനുള്ള നിങ്ങൾ കേൾക്കുന്നില്ല, എനിക്ക് സമയം തരുന്നില്ല, എന്നെ കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടാവും. ഈ ഭാര്യമാർ പരാതി പറയാനുള്ള കാരണം സൈക്കോളജി പറയുന്നത് അവർക്ക് ഒരു ദിവസം 20,000 മുതൽ 25,000 വരെ വാക്കുകൾ അവർക്ക് പറയേണ്ടി വരും. പുരുഷനെ സംബന്ധിച്ച് 7,000 വാക്കുകളേ ഉള്ളൂ ഒരു ദിവസം അവന് സംസാരിക്കാൻ നോർമലി പറ്റത്തുള്ളൂ. സ്ത്രീയും പുരുഷനെന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഇമോഷണലി വ്യത്യാസങ്ങളുണ്ട്, സ്പിരിച്വലി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അന്നത്തെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും. ഓരോ ദിവസത്തെയും കണക്കുകൾ അവർ ക്ലിയറാക്കി പോയില്ലെങ്കിൽ, അതായത് അവർക്ക് സംസാരിക്കേണ്ടത് ഓരോ ദിവസവും സംസാരിച്ച് തീർത്തില്ലെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് വരുമ്പം അത് ഇരട്ടിയാവുകയും ചെയ്യും. പിന്നീട് അത് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പലർക്കും ഇതൊക്കെ അനുഭവം ഉള്ളതായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് അവർ രാവിലെ വീട്ടിൽ നിന്ന് പോയി ജോലിക്ക് പോയി പല ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവർ ഏകദേശം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ടാർഗറ്റ് അവർ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അന്നേരമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ, ടാർഗറ്റ് തീരാത്ത, സംസാരിച്ച് കഴിയാത്ത ഭാര്യ സംസാരിക്കാൻ വരികയും ഭർത്താവിന് അത് ഇറിറ്റേഷനായിട്ട് തോന്നുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടുപേരും ഇത് മനസ്സിലാക്കി വെക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താലേ ഉള്ളൂ ഒരു ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകത്തുള്ളൂ. ഭർത്താവ് എന്ത് ചെയ്യണം? അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കുറച്ച് സമയം നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം അവർക്ക് നിങ്ങളോടല്ലാതെ മറ്റൊരിടത്ത് പോയി പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ കൊടുത്താലേ ഉള്ളൂ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ആ ഒരു അവരുടെ സംസാരം അല്ല, അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് തീർത്തില്ലെങ്കിൽ അവർക്കത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അത് അടുത്ത ദിവസം പിന്നെയും കൂടി വന്ന് അത് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരുടെ അവസ്ഥയും മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ അവസ്ഥ ഭാര്യയും മനസ്സിലാക്കണം, ഭാര്യയുടെ അവസ്ഥ ഭർത്താവ് മനസ്സിലാക്കണം. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു വിടവ് നികത്തിയാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. നല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.